ഊട്ടിയിലേക്കുള്ള യാത്രക്കിടയിൽ മൂന്നാറിലെ വഴി സൈഡിലൊക്കെ ഇങ്ങനെ ജക്രാന്ത പൂക്കൾ വിരിഞ്ഞിപ്പോണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ആ പർപ്പിൾ കളറിലുള്ള പൂക്കളും ആ തേയിലക്കാടുകളും ഒക്കെ കാണാനായിട്ട്. അപ്പം നമ്മുടെ നാട്ടിലെ സ്വന്തം വണ്ടിയായി ജാക്ക് ഡാനിയലിനാണ് കേട്ടോ ഞങ്ങൾ പോയത്. അതും വേറൊരു വൈബായിരുന്നു കേട്ടോ. അടിപൊളി യാത്രയായിരുന്നേ. അപ്പോൾ കുടുംബശ്രീയിലെ ചേച്ചിമാരുടെയും പിന്നെ എൻ്റെ സെയിം ഏജുകാരുടെ ഒക്കെ കൂടെയാണ് പോയത്. എന്നാലും ഒരു കോളേജ് വൈബായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കുമോ കുഞ്ഞുണ്ണീനെ ഇല്ലാതെയുള്ള യാത്ര ഞങ്ങൾക്ക് കാണണ്ട, എന്തുകൊണ്ടാണ് കുഞ്ഞുണ്ണീനെ കൊണ്ടുപോകാത്തത് എന്നൊക്കെയുള്ള മെസ്സേജുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഇനി പറയാനില്ല. കാരണം ഞാനിത് അന്ന് ഗുരുവായൂർ പോയപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനുമൂത്ത അങ്ങനെ വീട്ടിലിരിക്കാൻ ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന്. എല്ലാ ദിവസവും എന്താ പറയുക വർഷങ്ങളും കുഞ്ഞുണ്ണിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ എൻ്റെ സമയം ചെലവഴിച്ചേക്കുന്നത്. അതിൽ നിന്ന് 1-2 ദിവസമേ ഞാനിങ്ങനെ എന്താ പറയുക 8 വർഷം കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ നെഗറ്റീവ് പറയാൻ വരുന്നതല്ലേ, നമ്മളെ തളർത്താൻ വരുന്നവരോട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എന്താണെങ്കിലും ഒരുപാട് വർഷം കൂടി ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസങ്ങളായിരുന്നു കേട്ടോ ഇതൊക്കെ. നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട, ഒന്നാമത് ഞാനൊരു ചെടി സ്നേഹിയാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഈ ഊട്ടി എന്ന് പറയുന്നത് തന്നെ പൂക്കളുടെ ഒരു കേന്ദ്രം തന്നെയാണ്. അപ്പം ഒരുപാട് സന്തോഷമായി കേട്ടോ. പിന്നെ ഒന്നുകൂടി പറയാനുണ്ട്, കുഞ്ഞിനുമുത്തിനെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ ആയതിനു ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്ത് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയൊന്ന് പുറത്തു പോകുന്നത്. ഇനി അങ്ങനെ എന്താ പറയുക ചിലപ്പോൾ ഇങ്ങനെ വർഷങ്ങളോളം തന്നെ ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കും. കുഞ്ഞിനുമുത്തിൻ്റെ കൂടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിനൊന്ന് നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ വേണ്ടി കുറച്ച് നാൾ കൂടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ആയിരിക്കും കേട്ടോ. ഞങ്ങൾ രണ്ടുപേരല്ല, ഞങ്ങളെല്ലാവരും കൂടി ആയിരിക്കും യാത്രയൊക്കെ. അപ്പോൾ ഈ ടോയ് ട്രെയിനും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അടിപൊളി